ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിനോ മറിയം ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൃഷ്ണ കാവേരി എന്ന രണ്ട് നദികളാണ്. അപ്പോൾ പെനിൻസുലാർ റിവേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിവർ സിസ്റ്റംസ് ആണ് കൃഷ്ണ ആൻഡ് കാവേരി. ഈ രണ്ട് റിവർ സിസ്റ്റത്തിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ UPSC എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അതുപോലെ തന്നെ PSC SSC പോലുള്ള എക്സാംസിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കൃഷ്ണ റിവറിനെ കുറിച്ചാണ് നോക്കുന്നത്. കൃഷ്ണ റിവറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഏതാണ്? എല്ലാവർക്കും അറിയാം, ഗോദാവരിയാണ് അല്ലെ. ഗോദാവരി നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ റിവർ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനലിൽ. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ റിവർ സിസ്റ്റംസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ നമ്മൾ ഗോദാവരി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണ റിവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യയാണ്. കൃഷ്ണ റിവർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അപ്പൊ കൃഷ്ണ പഠിക്കാനും നമ്മുടെ കയ്യിൽ സ്റ്റോറി ഉണ്ട്. നമ്മൾ സ്റ്റോറീസിലൂടെയാണ് ഓരോ റിവേഴ്സും പഠിക്കുന്നത്. അപ്പോൾ കൃഷ്ണ റിവറിന്റെ സ്റ്റോറി ഞാൻ പറയാം. കൃഷ്ണൻ മഹാബലവാനാണ് അല്ലെ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. കൃഷ്ണ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മഹാബലേശ്വരിൽ നിന്നാണ്. കൃഷ്ണൻ മഹാബലവാനാണ്. അപ്പൊ കൃഷ്ണ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മഹാബലേശ്വരിൽ നിന്ന് ആണ്. ഇനി കൃഷ്ണ റിവർ മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിച്ച് മഹാരാഷ്ട്രയുടെ തൊട്ട് അപ്പുറത്തായിട്ട് തെലങ്കാന, ആന്ധ്ര, താഴെയായിട്ട് കർണാടക. അപ്പോൾ ഇത്രയും സ്റ്റേറ്റുകളിലൂടെയാണ് ഒഴുകുന്നത്. മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്ര ആൻഡ് കർണാടക, 4 സ്റ്റേറ്റുകളിലൂടെയാണ് കൃഷ്ണ റിവർ ഒഴുകുന്നത്. ഇനി കൃഷ്ണൻ മഹാബലവാനാണ് എന്ന് നമ്മൾ പറഞ്ഞു. കൃഷ്ണൻ എന്താണ്? ഒരു ദൈവമാണ് അല്ലെ. നമ്മൾ ദൈവമായി സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ദൈവമായി ആരാധിക്കുന്ന ആളാണ് കൃഷ്ണൻ. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വിഗ്രഹങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലുള്ളവർ പറയും, ഓ എന്ത് പ്രഭയാണ് അല്ലെ. ദൈവങ്ങൾ, അതിപ്പോ ഏത് ദൈവം ആയിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ഹിന്ദുയിസത്തിലാണെങ്കിലും ദൈവത്തിന്റെ തലയുടെ മുകളിൽ ഒരു ഹാലോ കാണാം അല്ലെ, ഒരു മഞ്ഞ കളറുള്ള വട്ടം കാണാം. അതിനെ നമ്മൾ പ്രഭ എന്നാണ് പറയുക. അപ്പോൾ കൃഷ്ണന് പ്രഭയുണ്ട്. അപ്പോൾ പ്രഭയുണ്ടെന്ന് പറയുമ്പോൾ കൃഷ്ണന്റെ ട്രിബ്യൂട്ടറീസ് ആണ് 2 പ്രഭകൾ. ഏതൊക്കെ പ്രഭകളാ നോക്കിക്കേ? 2 പ്രഭ, ഗത് പ്രഭ ആൻഡ് മാൽപ്രഭ. അപ്പൊ ഇനി മറക്കില്ലല്ലോ, ഗത് പ്രഭ, മാൽപ്രഭ കൃഷ്ണയുടെ ട്രിബ്യൂട്ടറീസ് ആ. കൃഷ്ണന് പ്രഭയുണ്ട് എന്ന് ഓർക്കുക. ഇനി കൃഷ്ണൻ ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറാണ് അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ മിത്തോളജിക്കൽ മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടറാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണനെ പോലെ തന്നെയുള്ള 2 മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സ്. ഒരാള് ഭീമ അല്ലെ, ഭീമൻ, ഭീമ. അതുപോലെ തന്നെ ഭദ്ര, വെറും ഭദ്രയല്ല, തുംഗഭദ്ര. അപ്പൊ ഭീമയും തുംഗഭദ്രയും കൃഷ്ണയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർക്കുമല്ലോ. കൃഷ്ണന് പ്രഭയുണ്ട്. അപ്പൊ ഗത്പ്രഭ, മാൽപ്രഭ. ഇനി പുരാണ കഥാപാത്രങ്ങളാണ് കൃഷ്ണൻ. അപ്പൊ വേറെ പുരാണ കഥാപാത്രങ്ങളായ ഭീമയും തുംഗഭദ്രയും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡാമാണ് കൊയ്ന ഡാം. അത് കൊയ്ന റിവറിലാണ്. എന്താണ് കൊയ്ന റിവറിന്റെ പ്രത്യേകത? അപ്പൊ അത് അറിയാൻ പാടില്ലാത്തൊരു ഓർത്ത് വെച്ചോ. റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത്ക്യൂക്ക് ഉണ്ടാക്കിയ ഡാമാണ് കൊയ്ന. അതെന്ത് സാധനം? അതായത് ചില സ്ഥലങ്ങളിൽ ഡാം പണി കഴിപ്പിക്കുന്നത് കൊണ്ട് എന്തുണ്ടാവാറുണ്ട്? എർത്ത്ക്യൂക്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ കൊയ്ന എന്ന റിവറിൽ ഒരു ഡാം പണി കഴിപ്പിക്കുകയും അതുമൂലം മഹാരാഷ്ട്രയിൽ എർത്ത്ക്യൂക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അത് കൊയ്ന. ആ കൊയ്ന റിവർ കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി ആണ് എന്ന് ഓർക്കുക. ഇനി നമ്മുടെ കൃഷ്ണ എന്ന് പറയുന്ന ദൈവം ഹിന്ദു ആണെങ്കിലും പുള്ളിക്ക് മുസ്ലിം യൂണിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ മൂസി എന്ന റിവറും കൃഷ്ണയുടെ ട്രിബ്യൂട്ടറിയാണ്. അപ്പൊ കൃഷ്ണന് മുസ്ലിം യൂണിറ്റി ഉണ്ട് എന്നൊന്ന് ഓർത്തിരിക്കുക. ദെൻ കേരളമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ പാലേരി, മൂന്നേറു എന്ന് ഓർത്താൽ മതി. അപ്പൊ ഇത്രയാണ് കൃഷ്ണയുടെ ട്രിബ്യൂട്ടറീസ്. ഓർക്കാലോ, എല്ലാ ട്രിബ്യൂട്ടറീസ് എന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഒക്കെ ഓർമ്മ വരും അല്ലെ. കൃഷ്ണന് പ്രഭയുണ്ട്, ഗത്പ്രഭ, മാൽപ്രഭ. കൃഷ്ണൻ ഒരു പുരാണ കഥാപാത്രമാണ്. അപ്പൊ അടുത്ത പുരാണ കഥാപാത്രങ്ങളാണ് ഭീമയും തുംഗഭദ്രയും. പിന്നെ നമ്മൾ പറഞ്ഞു എർത്ത്ക്യൂക്ക് ഉണ്ടായ ഡാം. അതായത് കൃഷ്ണൻ നമ്മുടെ പണ്ട് ഗോവർദ്ധന പർവ്വതം എടുത്ത് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഡാൻസ് കളിച്ചപ്പോൾ എർത്ത്ക്യൂക്ക് ഉണ്ടായി എന്ന് ഓർത്താൽ മതി. അപ്പോൾ എർത്ത്ക്യൂക്ക് ഉണ്ടാക്കിയ ഡാം കൊയ്ന. പിന്നെ മുസ്ലിം യൂണിറ്റി ഉണ്ട്. അപ്പോൾ മൂസി, ദെൻ പാലേരി, മൂന്നേരു. ഇത്രയും നദികളാണ് കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഭീമ റിവറിന്റെ ഒറിജിൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുകയാണ്. കാരണം ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് ഇത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയതാണ്. ഭീമ റിവർ ഉത്ഭവിക്കുന്നത് മാദരാൻ ഹിൽസിൽ നിന്ന്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ ഒരു വഴിയുണ്ട്. ഭീമന് മാധാവിനോട് ഭയങ്കര സ്നേഹവും ആദരവും ആയിരുന്നു എന്ന് ഓർത്താൽ മതി. അപ്പൊ ഭീമ മാദരാൻ ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി
കൃഷ്ണയുടെ തീരത്തുള്ള സിറ്റീസ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. കൃഷ്ണനെ നമ്മൾ എന്താ വിളിക്കുക? ശ്രീകൃഷ്ണൻ എന്നാ വിളിക്കുക. അപ്പൊ ശ്രീശൈലം എന്ന സിറ്റി കൃഷ്ണയുടെ തീരത്താ. ശ്രീശൈലം, ശ്രീകൃഷ്ണ എന്നല്ല വിളിക്കുക. ഇനി കൃഷ്ണന്റെ കൂട്ടുകാരൻ ആരാ? അർജുനൻ. അപ്പൊ നാഗാർജുന കൊണ്ട, അടുത്ത സിറ്റിയാണ് നാഗാർജുന കൊണ്ട. ഇനി എന്തിനാണ് കൃഷ്ണന് അർജുനൻ കൂടെ കൂട്ടിയ? മഹാഭാരത യുദ്ധം വിജയിക്കാൻ. അപ്പൊ വിജയവാഡ, വിജയിക്കാൻ. അപ്പൊ വിജയവാഡ. ഇനി അവരുടെ കൊട്ടാരത്തിന്റെ പേരെന്തായിരുന്നു? അമരാവതി. അപ്പൊ അമരാവതി. പിന്നെ കൃഷ്ണൻ മഹാബലവാൻ, അപ്പൊ മഹാബലേശ്വർ. ഇത് കൂടാതെ കോഡില്ലാതെ ഒരേ ഒരു സാധനം പഠിച്ചാൽ മതി, നരസോബ വാടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടുമല്ലോ. കൃഷ്ണയുടെ തീരത്തുള്ള സിറ്റീസ് ചോദിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. കൃഷ്ണനെ ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ശ്രീശൈലം എന്ന സിറ്റി. കൃഷ്ണന്റെ ഫ്രണ്ടാണ് അർജുനൻ. അപ്പൊ നാഗാർജുന കൊണ്ട. എന്തിനാണ് അർജുനൻ കൂടെ കൂട്ടിയത്? വിജയിക്കാനാണ്. അപ്പൊ വിജയവാഡ. അവരുടെ കൊട്ടാരത്തിന്റെ പേരാണ് അമരാവതി. അപ്പൊ അമരാവതി. പിന്നെ കൃഷ്ണ ഉത്ഭവിക്കുന്നത്, കൃഷ്ണൻ മഹാബലവാനാണ്, മഹാബലേശ്വരിന്ന്. പിന്നെ നരസോഭവാടി. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയണം. അതായത് മൂസിയുടെ തീരത്തിരിക്കുന്ന സിറ്റിയാണ് ഹൈദരാബാദ്. ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പിള്ളേരെ. എഴുതി വെച്ചോ, ഹൈദരാബാദ് എന്ന നഗരം ഇരിക്കുന്നത് മൂസിയുടെ തീരത്താണ്. ഇത് ഓർക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ 3 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയായിട്ട് ഒത്തുപോകാതെ വന്നത്. അത് ഏതൊക്കെയാണ്? കശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. അപ്പൊ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്, ഹൈദരാബാദിന്റെ റൂളർ മുസ്ലിം ആയിരുന്നു, അല്ലെ? അത് മാത്രമല്ല, അന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാശുള്ള ആളാണ്. ഇനി അതും ഓർത്തില്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, നമ്മൾക്ക് സൗത്ത് ഇന്ത്യയിൽ നല്ല ഇസ്ലാമിക് ആർക്കിടെക്ചർ, മുസ്ലിം ആർക്കിടെക്ചർ കാണണമെങ്കിൽ നമ്മൾ ഹൈദരാബാദിന് പോകണം. അപ്പൊ മുസ്ലിം ആർക്കിടെക്ചറിന് ഫേമസ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു മുസ്ലിം സിറ്റിയാണ് ഹൈദരാബാദ് എന്ന് ഓർത്താൽ മതി. മുസ്ലിം ആർക്കിടെക്ചർ അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ മൂസിയുടെ തീരത്താണ് ഹൈദരാബാദ്, മുസ്ലിം ഹൈദരാബാദ് അങ്ങനെ ഓർത്താൽ മതി. നിങ്ങൾ ഇവിടെ റിലീജിയസ് ആയിട്ടോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇത് ഞാൻ ഓർക്കാനുള്ള എളുപ്പത്തിന് പറഞ്ഞു പോകുന്നതാണ്. അവിടെ വേറെ സിഗ്നിഫിക്കൻസുകളും ഉണ്ട്, പക്ഷെ എക്സാം പെർസ്പെക്റ്റീവിൽ മാത്രമാണ്. കാരണം ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇതിന്റെ കമന്റ് ബോക്സിന്റെ ഇടയിൽ ചിലപ്പോൾ ഞാൻ റിലീജിയസ് ആയി പറയുന്നു, പൊളിറ്റിക്കലായി പറയുന്നു എന്നൊക്കെ പറയും. ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള പെർസ്പെക്റ്റീവിലാണ് കുട്ടികളെ. അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും നിങ്ങൾ ഇത് എടുക്കണ്ട പേഴ്സണലായിട്ട്, കേട്ടോ. അപ്പൊ മൂസിയുടെ തീരത്താണ് ഹൈദരാബാദ് എന്ന സിറ്റി. ഓക്കെ. ഇനി അതുപോലെ തന്നെ തുംഗഭദ്രയുടെ തീരത്താണ് നമ്മുടെ കൃഷ്ണദേവരായരുടെ ഹംപി എന്ന സിറ്റി വരുന്നത്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ. അപ്പൊ ഹംപി ഇരിക്കുന്നത് തുംഗഭദ്രയുടെ തീരത്താണ്, മൂസിയുടെ തീരത്താണ് ഹൈദരാബാദ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി നെക്സ്റ്റ്, ഡാംസ് ഓൺ കൃഷ്ണ റിവർ. കൃഷ്ണ റിവറിലെ ഡാം പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ കൃഷ്ണ റിവറിലെ സിറ്റീസ് പഠിച്ചു, അല്ലെ? ശ്രീശൈലം. അപ്പൊ ശ്രീശൈലം ഡാം ഉണ്ട്, ആന്ധ്രാപ്രദേശിലാണ്. നാഗാർജുന സാഗർ ഡാം ഉണ്ട്, അതും ആന്ധ്രാപ്രദേശിലാണ്. ഇനി അൽമാട്ടി ഡാം. അൽമാട്ടി ഒന്ന് ഓർത്തിരിക്കുക. അൽമാട്ടി ഡാം അറിയപ്പെടുന്ന വേറൊരു പേരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം. അത് കർണാടകയിലാണ്. അപ്പൊ അതിന് അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക, ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം. അത് കർണാടകയിലാണ്. നിങ്ങൾ ഡാംസ് പഠിക്കുമ്പോൾ UPSC എന്താണ്, റിവർ അല്ല ഇപ്പൊ ചോദിക്കുന്നത്, സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. അൽമാട്ടി ഡാം ഇരിക്കുന്നത് കർണാടക, നാഗാർജുന സാഗറും ശ്രീശൈലവും ഇരിക്കുന്നത് കൃഷ്ണ റിവറിൽ. അപ്പൊ നിങ്ങൾക്ക് പുരാണം അറിയാമെങ്കിൽ കൃഷ്ണ സുഖമായിട്ട് കിട്ടും എന്ന് മനസ്സിലായല്ലോ. അപ്പൊ കൃഷ്ണൻ മഹാബലവാനാണ്. കൃഷ്ണ റിവർ ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരിൽ നിന്നാണ്. കൃഷ്ണ ഒഴുകുന്നത് മഹാരാഷ്ട്ര, അത് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്രയുടെ തൊട്ട് താഴെ കർണാടക, 4 സ്റ്റേറ്റുകളിലൂടെയാണ് ഒഴുകുന്നത്. ട്രിബ്യൂട്ടറീസ് ഞാൻ പറഞ്ഞു, കൃഷ്ണന് പ്രഭയുണ്ട്. അപ്പൊ ഗത്പ്രഭ, മാൽപ്രഭ. അതുപോലെ തന്നെ കൃഷ്ണൻ ഒരു പുരാണ കഥാപാത്രമാണ്. അപ്പൊ അടുത്ത 2 പുരാണ കഥാപാത്രങ്ങൾ ഭീമ, തുംഗഭദ്ര. പിന്നെ എർക്യുക്ക് ഉണ്ടായ ഡാം അല്ലെങ്കിൽ ആ റിവർ ഏതാണ്? കൊയ്ന, അല്ലെ? ഞാൻ പറഞ്ഞു കൃഷ്ണൻ എന്താണ് ഗോവർദ്ധന പർവ്വതം എടുത്തിട്ട് ആൻസർ വെച്ചപ്പോൾ എർക്യുക്ക് ഉണ്ടായി എന്ന് ഓർത്താൽ മതി. പിന്നെ മുസ്ലിം യൂണിറ്റി ഉണ്ട്, അപ്പൊ മൂസി. അപ്പൊ ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞു, മുസ്ലിംസിന് ഗ്ലോറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ആർക്കിടെക്ചറിന് ഗ്ലോറിയസ് ആയിട്ടുള്ള സിറ്റി ഹൈദരാബാദ്. അപ്പൊ മൂസി ഇരിക്കുന്നത്, മൂസിയുടെ തീരത്തുള്ള സിറ്റി അത് ഹൈദരാബാദ് ആണ്. ദെൻ തുംഗഭദ്രയുടെ തീരത്തുള്ള സിറ്റി ഹംപി. പിന്നെ കൃഷ്ണന് കേരളമായിട്ട് ബന്ധമുണ്ട്, അപ്പൊ പാലേരി, മൂന്നേരു. അങ്ങനെ ഓർക്കുക. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഭീമ ഉത്ഭവിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഭീമയ്ക്ക് മാതാവിനോട് വളരെ സ്നേഹവും ആദരവും ആയിരുന്നു. അപ്പൊ മാതരാൺ ഹിൽസ്. ഇനി സിറ്റീസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് കൃഷ്ണ. നമ്മൾ പറഞ്ഞു കൃഷ്ണന്റെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്രീശൈലം. കൃഷ്ണന്റെ ഫ്രണ്ട് അർജുനൻ, അപ്പൊ നാഗാർജുന കൊണ്ട. എന്തിനാണ് അർജുനൻ കൂടെ കൂട്ടി? വിജയിക്കാൻ. അപ്പൊ വിജയവാഡ. പിന്നെ മഹാബലേശ്വരം നമുക്കറിയാം. ഇത് കൂടാതെ എക്സ്ട്രാ നരസോഭവാടി, പിന്നെ അമരാവതി അവരുടെ കൊട്ടാരത്തിന്റെ പേര്. ഡാംസ് അൽമാട്ടി, നാഗാർജുന സാഗർ, ശ്രീശൈലം. അപ്പൊ അൽമാട്ടി മറക്കരുത്, ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം എന്നറിയപ്പെടുന്നു. അത് കർണാടകയിലാണ്.
അപ്പോൾ കൃഷ്ണ തറമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് കാവേരി റിവറാണ്. കാവേരി വളരെ എളുപ്പമാണ് പഠിക്കാൻ. കാവേരിനെ കുറിച്ച് ഇങ്ങനെ ഓർത്താൽ മതി. കാവേരി റിവറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കാവേരി, അതിന്റെ സ്റ്റോറി ഞാൻ ആദ്യം പറയാം. കാവേരി ബ്രഹ്മാവിന്റെ മകളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ബ്രഹ്മാവിന്റെ മകളാണ്. ബ്രഹ്മാവിന്റെ മകളായതുകൊണ്ട് തന്നെ ശിവനും കൃഷ്ണനും കാവേരിയുടെ ഫ്രണ്ട്സ് ആണ്. ആരൊക്കെയാണ്? ശിവനും കൃഷ്ണനും ഫ്രണ്ട്സ് ആണ്. ബ്രഹ്മാവിന്റെ മകളാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഒരുപാട് കൂട്ടുകാരികൾ ഉണ്ട് എന്ന് ഓർക്കുക. പുള്ളിക്കാരിക്ക് ഒരുപാട് കൂട്ടുകാരികൾ ഉണ്ട് എന്ന് ഓർക്കുക. ഇനി നമുക്ക് തുടങ്ങാം. കാവേരി റിവർ ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി ഹിൽസിൽ നിന്ന്. കർണാടകയിലെ കൊടകിലെ ബ്രഹ്മഗിരി ഹിൽസ്. ഞാൻ എന്താ പറഞ്ഞത്? ബ്രഹ്മാവിന്റെ മകളാണെന്നാ പറഞ്ഞത്. അപ്പൊ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കൊടകിൽ നിന്നാണ്, തലക്കാവേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി ഏറ്റവും രസകരമായ കാര്യം, കർണാടകയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഒരു നദി മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന റീജിയൻസിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പൊ കാവേരി നദിയും കൃഷ്ണ നദിയും ഒഴുകുന്ന ഒരേ സ്റ്റേറ്റുകളിൽ കൂടെയാണ്, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്ര. ഇനി ഞാൻ പറഞ്ഞല്ലോ കാവേരി ആരുടെ ഫ്രണ്ടാന്നാ പറഞ്ഞത്? ശിവന്റെയും ഫ്രണ്ടാണ്, കൃഷ്ണന്റെയും ഫ്രണ്ട്. അപ്പൊ ശിവന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ശിവസമുദ്രം വാട്ടർഫോള്, കർണാടകയിലെ ശിവസമുദ്രം വാട്ടർഫോൾ ഇരിക്കുന്നത് കാവേരി നദിയിലാണ്. അപ്പൊ ശിവന്റെ ഫ്രണ്ടാണ് അല്ലെ. അപ്പൊ ശിവസമുദ്രം വാട്ടർഫോൾ ഇരിക്കുന്നത് കാവേരി നദിയിലാണ്. ഇനി കൃഷ്ണന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞില്ലേ, അപ്പൊ കൃഷ്ണരാജ സാഗർ ഡാം ഇരിക്കുന്നത്, അത് കർണാടകയിലെ ഡാമാണ്. കൃഷ്ണരാജ സാഗർ ഡാം അത് കാവേരിയിലാണ്. അപ്പൊ ഫ്രണ്ട്സും ആയിട്ടുള്ള കണക്ഷൻ കിട്ടിയല്ലോ. ശിവൻ ഫ്രണ്ട് ആയതുകൊണ്ട് ശിവസമുദ്രം വാട്ടർഫോൾ കർണാടകയില, അത് കാവേരി നദിയിലാണ്. അതുപോലെ തന്നെ കൃഷ്ണരാജ സാഗർ ഡാം, കൃഷ്ണന്റെ ഫ്രണ്ടാ കൃഷ്ണരാജ സാഗർ ഡാം ഇരിക്കുന്നത് കാവേരി നദിയിലാണ്. ഇത് കർണാടകയിലാണ്. അപ്പൊ ഡാം ഒക്കെ ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ് ഓർത്തിരിക്കണം, കർണാടക. ഇനി വേറൊരു ഡാം ഉണ്ട്, മേട്ടൂർ ഡാം. ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു ഡാമാണ് എന്ത്? മേട്ടൂർ ഡാം എന്ന് പറയുന്നത്. മേട്ടൂർ ഡാമിന്റെ പ്രത്യേകത എന്താ? തമിഴ്നാട്ടിലാണ് മേട്ടൂർ ഡാം. ഈ മേട്ടൂർ ഡാം പണി കഴിപ്പിച്ച പിന്നെ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് വളരെ കലശലായിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ ഇന്റൻസീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മേട്ടൂർ ഡാം തമിഴ്നാടാണ്. അപ്പൊ മറക്കില്ലോ, ഡാംസ് കൃഷ്ണരാജസാഗറും മേട്ടൂർ. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? കൃഷ്ണരാജസാഗർ എന്ന് കേൾക്കുമ്പോൾ കൃഷ്ണ റിവർ ആണെന്ന് നിങ്ങൾക്ക് കുത്താൻ തോന്നും. അങ്ങനെ കുത്തരുത്. എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും ഡാം ആയിട്ട് വരിക. അർജുനൻ കൃഷ്ണന്റെ ഫ്രണ്ടാ. അപ്പൊ അർജുനനാണ് കൃഷ്ണന്റെ ഉള്ളിൽ വരുന്ന ഡാം. കൃഷ്ണന്റെ ഉള്ളിൽ വരുന്ന ഡാം നാഗാർജുന സാഗർ ഡാം ആണ്. കൃഷ്ണൻ കാവേരിയുടെ ഫ്രണ്ട്. അപ്പൊ കൃഷ്ണരാജ സാഗർ ഡാം കാവേരിയിലാണ്. മേട്ടൂര് കാവേരിയിലാണ്, തമിഴ്നാട്ടിലാണ്. ഇനി കാവേരി നദി ആക്ച്വലി കടന്നു പോകുന്ന രണ്ട് സിറ്റീസ് ആണ്, തൃച്ചിയും തഞ്ചാവൂരും. തമിഴ്നാട്ടിലെ രണ്ട് ഫേമസ് സിറ്റീസ് ആണ് തൃച്ചി ആൻഡ് തഞ്ചാവൂർ. ഈ രണ്ട് സിറ്റീസിലൂടെയാണ് കാവേരി റിവർ കടന്നു പോകുന്നത്. ഒന്നും മറക്കൂല, കാവേരിയുടെ തീരത്താണ് തഞ്ചാവൂർ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട് അവിടെ അല്ലെ. അപ്പൊ നിങ്ങൾ ആ ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിക്ചർ ഉണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഒരു നദി ഒഴുകുന്ന കാണാൻ പറ്റും. അത് കാവേരി റിവർ. തൃച്ചി എന്ന് പറയുന്ന നഗരം ഇരിക്കുന്നതും കാവേരി റിവറിന്റെ തീരത്ത്. ഈ കാവേരി റിവറിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയാവോ? സാധാരണ പെനിൻസുലാർ റിവേഴ്സിനും വാട്ടർ ഫ്ലക്ച്വേഷൻസ് കൂടുതലായിരിക്കും സീസൺ ടു സീസൺ. പക്ഷെ കാവേരി റിവറിന്റെ പ്രത്യേകത, അതിന് വാട്ടർ ഫ്ലക്ച്വേഷൻസ് പൊതുവെ കുറവാണ്. എന്തുകൊണ്ടാണ് വാട്ടർ ഫ്ലക്ച്വേഷൻ കുറയുന്നതെന്ന് അറിയാവോ? അതിന് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നും നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട്, നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നിന്നും മഴ കിട്ടുന്നുണ്ട്. കേരളത്തിൽ പെയ്യുന്ന മഴയിൽ നിന്നും നല്ല രീതിയിൽ വെള്ളം കിട്ടും, തമിഴ്നാട്ടിൽ പെയ്യുന്ന മഴയിൽ നിന്നും നല്ല രീതിയിൽ മഴ കിട്ടും. ഇനി കാവേരിയുടെ ട്രിബ്യൂട്ടറീസ്, ഇത് പഠിക്കാനാണ് ഏറ്റവും എളുപ്പം. ഞാൻ പറഞ്ഞില്ലേ കാവേരിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, കുറച്ച് ഹൈഫൈ ആണ്. ബ്രഹ്മാവിന്റെ മകളും ശിവന്റെ ഫ്രണ്ടും കൃഷ്ണന്റെ ഫ്രണ്ടൊക്കെ ആയതുകൊണ്ട് ഹൈഫൈ ആണ്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എല്ലാ ഫ്രണ്ട്സും വതികളാണ്. നോക്കിക്കേ, ഹേമാവതി, അർക്കാവതി, അമരാവതി, സുവർണാവതി. അപ്പൊ ഇനി വതികള് വന്നു കഴിഞ്ഞാൽ അത് കാവേരിയുടെ ഫ്രണ്ടാണ് എന്നോർത്ത് ഇന്ദ്രാവതി ഇവിടെ വരില്ല. ഇന്ദ്രാവതി ഒരു ട്രെയിനിന്റെ പേരാണ്. എങ്ങോട്ടേക്ക് പോകാനുള്ള ട്രെയിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നാസിക്കിൽ പോവാൻ. നാസിക്കിൽ ആരും ഉത്ഭവിക്കുന്ന ഗോദാവരി. അപ്പൊ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറിയാണ് ഇന്ദ്രാവതി. അത് ഓർത്തിരിക്കുക. പഠിച്ചു വരുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ എല്ലാ വതികളെയും ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തും. ഇന്ദ്രാവതി ഗോദാവരിയുടെ ട്രിബ്യൂട്ടറിയാണ്. അത് ഞാൻ ഗോദാവരിയുടെ ക്ലാസ്സിൽ കോഡടക്കം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇന്ദ്രാവതിനെ ഒഴിവാക്കി ബാക്കി വതികൾ ഹേമാവതി, അർക്കാവതി, അമരാവതി, സുവർണാവതി. ഇനി കാര്യം, പുള്ളിക്കാരി കുറച്ച് ഹൈഫൈ ആണെങ്കിലും പുള്ളിക്കാരിക്ക് പ്രായഭേദമന്യേ എല്ലാ പ്രായത്തിലുള്ള ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ രണ്ട് പഴയ അമ്മച്ചിമാരുണ്ട്. പഴയ അമ്മച്ചിമാരുടെ പേരാണ് ഭവാനി, കബനി. നമ്മുടെ പഴയ ചേച്ചിമാരുടെ പേരില്ലേ, ഭവാനി, കബനി. അപ്പൊ രണ്ട് പഴയ അമ്മച്ചിമാര് ഫ്രണ്ടാ. ഇനി കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പൊ തീർത്ഥ, വെറും തീർത്ഥയല്ല, എന്ത് തീർത്ഥയാ? ലക്ഷ്മണ തീർത്ഥ. ഇനി കുറച്ച് പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള പേര്, ഹരാങ്കി ഷീംഷ. ഹരാങ്കി ഷീംഷ. ഇനി ഇതിലൊന്നിലും പെടാത്തൊരു പേര് നൊയിൽ. അപ്പോ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. കാവേരിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, മിക്കതും സ്ത്രീകളാണ്. അവരുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ട്രിബ്യൂട്ടറീസിനെ പഠിക്കുന്നത്. അപ്പൊ വതികള് ഹേമാവതി, അർക്കാവതി, അമരാവതി,
അമരാവതി, സുവർണാവതി. ഇതുകൂടാതെ 2 അമ്മച്ചിമാര്. ആരൊക്കെയാണ് അമ്മച്ചിമാര്? ഭവാനിയും അതുപോലെ തന്നെ കബനിയും. ഭവാനിയും കബനിയും. പിന്നെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആള് തീർത്ഥ. വെറും തീർത്ഥയല്ല, ലക്ഷ്മണ തീർത്ഥ. ഇനി പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള പേര്, ന്യൂജൻ പേര് ഹരാങ്കി ഷീംഷ. ഇനി അതിലും കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നിൽ ഉൾപ്പെടാത്ത പേര്, ന്യൂട്രൽ ആയിട്ടുള്ള പേര് നൊയ്യൽ. അപ്പോൾ ഇത്രയാണ് കാവേരി ട്രിബ്യൂട്ടറീസ്. അപ്പൊ കാവേരി മറക്കില്ലല്ലോ. അപ്പോൾ കാവേരി നമ്മൾ പറഞ്ഞു ബ്രഹ്മാവിന്റെ മകളാണ്, ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 4 സ്റ്റേറ്റുകളിലൂടെയാണ് ഒഴുകുന്നത്: കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്ര. പിന്നെ ഞാൻ പറഞ്ഞു ശിവന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ശിവസമുദ്രം വാട്ടർഫോൾ കാവേരിയിലാണ്, കർണാടകയിലാണ്. അതുപോലെ തന്നെ എന്താ കൃഷ്ണന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് കൃഷ്ണരാജ സാഗർ ഡാം അവിടെയാണ്, കർണാടകയിലാണ്. ഇത് കൂടാതെ മേട്ടൂർ ഡാം ഉണ്ട്. മേട്ടൂർ ഡാം ഇരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. സിറ്റീസ് തൃച്ചി ആൻഡ് തഞ്ചാവൂർ. പിന്നെ ട്രിബ്യൂട്ടറീസ് നമ്മൾ പറഞ്ഞു വതികൾ: ഹേമാവതി, അർക്കാവതി, അമരാവതി, സുവർണാവതി. 2 പഴയ അമ്മച്ചിമാര് ഭവാനി, കബനി. പിന്നെ പുതിയ കുറച്ച് പേരുകൾ, അതിൽ ലക്ഷ്മണ തീർത്ഥ. പിന്നെ കുറച്ചും കൂടെ മോഡേൺ പേര് ഹരാങ്കി, ഷീംഷ, നൊയിൽ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കോ, നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണാം. തഞ്ചാവൂർ സിറ്റി കാണുന്നുണ്ടോ? തഞ്ചാവൂർ സിറ്റി. ദേ ഇവിടെ മേട്ടൂർ ഡാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ദേ ഇവിടെ കൃഷ്ണരാജ സാഗർ ഡാം കാണാം. ഓക്കെ. അപ്പോ എന്താ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ടും കൂടെ അറിഞ്ഞിരിക്കുക. കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ഏതൊക്കെ സ്റ്റേറ്റുകൾ തമ്മിലാണ്? കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ മെയിൻലി തമിഴ്നാടും കർണാടകയാണ്. പക്ഷെ ആ ട്രിബ്യൂണലിൽ തമിഴ്നാട് ഉണ്ട്, കർണാടക ഉണ്ട്, കേരള ഉണ്ട്, അതുപോലെ തന്നെ പോണ്ടിച്ചേരി ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ, അല്ലെങ്കിൽ പുതുച്ചേരി, ഇത്രയും ആൾക്കാർ ആ ട്രിബ്യൂണലിൽ ഉണ്ട് എന്ന് ഓർക്കുക. തമിഴ്നാട്, കർണാടക, കേരള, പോണ്ടിച്ചേരി. പലരുടെയും തെറ്റിദ്ധാരണ തമിഴ്നാടും കർണാടക മാത്രമാണ്. അല്ല, കേരളത്തിലാണ് അതിന്റെ ഒരു ട്രിബ്യൂട്ടറി കബനി ഒഴുകുന്നത്. അപ്പൊ കേരളം ഇൻക്ലൂഡഡ് ആണ്, പോണ്ടിച്ചേരിയും ഇൻക്ലൂഡഡ് ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോദാവരി കാവേരി റിവേഴ്സ്. നിങ്ങൾ ഇതിൽ ചെലവഴിച്ച സമയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കോഡ് വെച്ച് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. നന്നായി പഠിക്കുക, നന്നായി ശ്രമിക്കുക. ഈ വർഷം നിങ്ങളുടെയാണ്. താങ്ക് യു.